തുടർച്ചയായി 4ാം വർഷവും കൃഷിയിൽ വ്യത്യസ്തത പുലർത്തി 100 മേനി വിളയിച്ച് തിരുവമ്പാടി സേക്രട്ടാട്ട് യു.പി. സ്കൂൾ മുറ്റത്ത് സൂര്യകാന്തി കൃഷി ചെയ്താണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഇത്തവണ മികച്ച വിളവ് കൊയ്തത്. 4 വർഷം മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ കരനെൽ കൃഷി, തൊട്ടടുത്ത വർഷം എള്ള്, 3ാം വർഷം ചോളം, ഇപ്പോഴിതാ സൂര്യകാന്തിയും. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ലെന്ന് പറഞ്ഞ് മലയാളികൾ മാറ്റി നിർത്തിയ വിവിധതരം കൃഷികൾ പരീക്ഷിച്ച് അതിൽ 100 മേനി വിളവുമെടുത്ത് പുതിയ കൃഷിപാഠം രചിച്ചിരിക്കുകയാണ് തിരുവമ്പാടി സേക്രട്ടാട്ട് യു.പി. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂൾ മുറ്റത്ത് തന്നെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും 4 സെന്റ് സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് സംഘടിപ്പിച്ചത്. 3 മാസം മുൻപ് വിത്തിറക്കിയത് മുതൽ ഇപ്പോൾ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ പുഷ്പിച്ചു നിൽക്കുന്ന ഈ സമയം വരെ മുഴുവൻ പ്രവൃത്തികളും ചെയ്തത് വിദ്യാർത്ഥികൾ തന്നെയാണ്. രാവിലെയും വൈകിട്ടും നനച്ചും സൂര്യകാന്തിക്കിടയിലെ കിളപറച്ചും പൊന്നുപോലെ പരിപാലിച്ചു. ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചത്. അധ്യാപകരുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ സഹകരണമാണ് ലഭിച്ചതെന്ന് സ്കൂൾ ലീഡർ പറഞ്ഞു. ഞങ്ങളിത് 4ാമത്തെ വർഷമാണ് സ്കൂളിൽ കൃഷി ചെയ്യുന്നത്. ആദ്യം ഞങ്ങൾ കരനെൽ ചെയ്തു, പിന്നീട് എള്ള് ചെയ്തു, ശേഷം ചോളം ചെയ്തു, ഇപ്പോൾ സൂര്യകാന്തിയാണ് ചെയ്തിരിക്കുന്നത്. സൂര്യകാന്തിക്കും പഴയതുപോലെ തന്നെ നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിലാണ് ഞങ്ങളിത് നട്ടത്. ഇനി ജനുവരിയിലാകുമ്പോഴേക്കും ഇത് പൂക്കൾ മുഴുവൻ പറിച്ചെടുക്കാൻ കഴിയും. കേരളത്തിൽ എവിടെയും അങ്ങനെ അധികം കണ്ടുവരാത്ത സൂര്യകാന്തി, കുട്ടികൾക്ക് സൂര്യകാന്തി എങ്ങനെ കൃഷി ചെയ്യും എന്നുള്ളത് കാണിക്കാൻ കൂടെ ആണ് ഞങ്ങളിത് കൃഷി ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ ഇതിപ്പോൾ വളരെ മനോഹരമായി വിളഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അടുത്ത കൊല്ലം ഞങ്ങൾ അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും എല്ലാവരും ചേർന്നാണ് ഈ പാഠം നിർമ്മിച്ചത്. ഇതിൽ ജോലി സാറും ഹെഡ് മാസ്റ്ററും വളരെയധികം പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത കൊല്ലം ഞങ്ങൾ ഗോതമ്പ് കൃഷി ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇതിനും അതുപോലെ നല്ല വിളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂര്യകാന്തിക്ക് പുറമെ പാവയ്ക്ക, കോളിഫ്ലവർ എന്നിവ സ്കൂൾ മുറ്റത്തും പാട്ടത്തിനടുത്ത സ്ഥലത്ത് വാഴക്കൃഷിയും സേക്രട്ടാട്ട് യു.പി. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്തവണത്തെ താരം സൂര്യകാന്തി തന്നെയാണ്. രാവിലെ കിഴക്കോട്ടും വൈകിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കും സൂര്യന് അഭിമുഖമായി വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി ചെടികൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിലെത്തുന്നവർക്കും കണ്ണിന് കുളിർമ നൽകി മനോഹരമായ സ്കൂൾ മുറ്റത്ത് പുഷ്പിച്ചു നിൽക്കുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.